ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയം ദശകം 34 രാമായണ കഥ ഹനുമത് സംഗമം വരെ. ശ്ലോകം 1. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേ ഹൃഷ്യശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ധ്രീഷ്വഭിതിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമധ ഭരതേനാപി ശത്രുഘ്നനാംനാ. പദം പിരിക്കാം. ഗീർവാണൈഃ അർത്ഥ്യമാനഃ ദശമുഖ നിധനം കോസലേഷു ഹൃഷ്യശൃംഗേ പുത്രീയാം ഇഷ്ടിം ഇഷ്ട്വാ ദദുഷി ദശരഥ ക്ഷ്മാ ഭൃതേ പായസ അഗ്ര്യം തത് ഭുക്ത്യാ തത് പുരന്ധ്രീഷു അഭി തിസൃഷു സമം ജാത ഗർഭാസു ജാതഃ രാമഃ ത്വം ലക്ഷ്മണേന സ്വയം അധ ഭരതേന അഭി ശത്രുഘ്ന നാംനാ. ത്വം ഗീർവാണേഃ ദശമുഖനിധനം അർത്ഥ്യമാനഃ. നീന്തിരുവടി ദേവന്മാർ രാവണ വിഗ്രഹത്തിനായി പ്രാർത്ഥിച്ചതിനനുസരിച്ച് കോസലേഷു ഋഷ്യശൃംഗേ പുത്രിയാം ഇഷ്ടിം ഇഷ്ട്വാ അയോധ്യയിൽ വിഭണ്ഡകപുത്രനായ ഋഷ്യശൃംഗ മഹർഷി പുത്രകാമേഷ്ടി ചെയ്ത് ദശരഥക്ഷമാഭൃതേ പായസാഗ്ര്യം ദദുഷി സതി. ദശരഥ രാജാവിന് വിശേഷപ്പെട്ട പായസം കൊടുത്തു. തദ് ഭുക്ത്യാ തത്പുരന്ധ്രീഷു തിദൃഷു അഭി സമം ജാതഗർഭാസു. അത് ഭക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്തിമാരിൽ 3 പേർ ഒപ്പം ഗർഭം ധരിക്കവേ അത ലക്ഷ്മണേന ഭരതേന ശത്രുഘ്നനാമന അഭി സ്വയം രാമഃ ജാതഃ. തുടർന്ന് ലക്ഷ്മണനോടും ഭരതനോടും ശത്രുഘ്നനോടും കൂടി അവിടുന്ന് സ്വയം രാമനായി അവതരിച്ചു. ഉത്തരകോശരാജ്യത്തിൽ ദശരഥ രാജാവിന് പുത്രന്മാർ ഉണ്ടാകുന്നതിനായി ഋഷ്യശൃംഗൻ പുത്രകാമേഷ്ടിയാഗം നടത്തി. ആ അവസരത്തിൽ അഗ്നികുണ്ഡത്തിൽ നിന്നും ആവിർഭവിച്ച പ്രജാപത്യ പുരുഷൻ ഒരു പാത്രം പായസം രാജാവിന് നൽകി. അത് ഭുജിച്ചതിനാൽ ദശരഥൻ്റെ ഭാര്യയായ കൗസല്യയും സുമിത്രയും കൈകേയിയും ഒരുമിച്ച് ഗർഭിണിയായി തീർന്നപ്പോൾ രാവണനെ നിഗ്രഹിക്കുന്നതിനായി മുമ്പേ തന്നെ ദേവന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ടിരുന്ന നീന്തിരുവടി തന്നെ രാമനായി കൗസല്യയിൽ നിന്നും അവതരിക്കുകയും നീന്തിരുവടിയുടെ ആയുധങ്ങളായ ശംഖുചക്രങ്ങൾ ഭരത ശത്രുഘ്നന്മാരായിട്ടും അനന്തൻ ലക്ഷ്മണനായിട്ടും മറ്റു 2 രാജ്ഞിമാരിൽ നിന്നും ജനിക്കുകയും ചെയ്തു. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേ ഹൃഷ്യശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ധ്രീഷ്വഭിതിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമധ ഭരതേനാപി ശത്രുഘ്നനാംനാ. ശ്ലോകം 2. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിദും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താദവാചാ മുനികഥിതമനുദ്വന്ദ്വശാന്താധ്വഖേദാ നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാത്താടകാം പാടയിത്വാ
ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം. പദം പിരിക്കാം. കോദണ്ഡി കൗശികസ്യ ക്രതുവരം അവിതും ലക്ഷ്മണേന അനുയാതഃ യാതഃ അഭൂഃ താത വാചാ മുനി കഥിത മനു ദ്വന്ദ്വ ശാന്ത അധ്വ ഖേദഃ. നൃണാം ത്രാണായ ബാണൈഃ മുനി വചന ബലാത് താടകാം പാടയിത്വാ ലബ്ധ്വാ അസ്മാത് അസ്ത്രജാലം മുനി വനം അഗമഃ ദേവ സിദ്ധാശ്രമ ആഖ്യം. യദേവ ത്വം താതവാച കൗശികസ്യ ക്രതുവരം അവിതും. ഭഗവാനെ, നീന്തരുടെ അച്ഛൻ്റെ അനുമതിയോടെ വിശ്വാമിത്രൻ്റെ യാഗം രക്ഷിപ്പാനായി കോദണ്ഡി ലക്ഷ്മണേന അനുയാതഃ യാതഃ അഭൂഹു. വില്ലും ധരിച്ച് ലക്ഷ്മണനോട് കൂടി പുറപ്പെട്ടു. മുനി കഥിത മനുദ്വന്ദ്വാ ശാന്താദ്വൈകേദഃ. വഴിക്ക് മഹർഷി ഉപദേശിച്ച 2 മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് യാത്രാക്ലേശമുണ്ടായില്ല. നൃണാം ത്രാണായ മുനിവചന ബലാത് ബാണൈഃ താടകാം പാടയിത്വാ. മനുഷ്യരക്ഷയ്ക്കായി മഹർഷി പറഞ്ഞതനുസരിച്ച് ശരങ്ങളെ കൊണ്ട് താടകയെ നിഗ്രഹിച്ചു. അസ്മാത് അസ്ത്രജാലം ലബ്ധ്വാ സിദ്ധാശ്രമാഖ്യം മുനിവനം അഗമഃ. വിശ്വാമിത്രൻ സന്തോഷിച്ച് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചതും സ്വീകരിച്ച് സിദ്ധാശ്രമമെന്ന വിശ്വാമിത്രൻ തപോവനത്തിൽ എത്തിച്ചേർന്നു. നിന്തിരുവടി അച്ഛൻ്റെ നിയോഗമനുസരിച്ച് വിശ്വാമിത്രൻ്റെ യാഗം രക്ഷിക്കുന്നതിന് വില്ലും ധരിച്ച് അനുജനായ ലക്ഷ്മണനാൽ അനുഗമിക്കപ്പെട്ട് ആ മുനിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. വഴിക്ക് വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും ഉപദ്രവം ഉണ്ടാകാതിരിക്കുന്നതിനായി ആ മുനി ബല എന്നും അധിബല എന്നുമുള്ള 2 മന്ത്രങ്ങൾ ഉപദേശിച്ചതിനാൽ അശേഷം ക്ഷീണമുണ്ടായില്ല. പിന്നെ തങ്ങളെ എതിർത്ത് വന്ന ജനോപദ്രവകാരിണിയായ താടക എന്ന രാക്ഷസിയെ സ്ത്രീയാണെങ്കിലും കൊല്ലാൻ വരുമ്പോൾ കൊല്ലുന്നതിന് ദോഷമില്ല എന്ന് വിശ്വാമിത്രൻ്റെ വാക്കു വിശ്വസിച്ച് അമ്പെയ്ത് കൊന്നിട്ട് പ്രസന്നനായ ആ മഹർഷിയിൽ നിന്നും തൃംബകം മുതലായ മഹാദിവ്യാസ്ത്രങ്ങളും ലഭിച്ച് സിദ്ധാശ്രമം എന്ന തപോവനത്തിൽ എത്തി. കോദണ്ഡി കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താദവാചാ മുനികഥിതമനുദ്വന്ദ്വശാന്താധ്വഖേദാ. നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാത്താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം. ശ്ലോകം 3. മാരീജം ദ്രാവയിത്വാ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പഥിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം. ഭിന്ദാനശ്ചാന്ദ്രചൂഡം ധനുരവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠധാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈ സദാരൈ. പദം പിരിക്കാം. മാരീജം ദ്രാവയിത്വാ മഖ ശിരസി ശരൈഃ അന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവൻ അഹല്യാം പഥി പദ രജസാ പ്രാപ്യ വൈദേഹ ഗേഹം. ഭിന്ദാനഃ ചാന്ദ്രചൂഡം
ധനുഃ അവനി സുതാം ഇന്ദിരാം ഏവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാഃ ത്വം ത്രിഭിഃ അപി ച സമം ഭ്രാതൃവീരൈഃ സദാരൈഃ. ത്വം മകശിരസി ശരൈഃ മാരീചം ദ്രാവയിത്വാ. നിന്തിരുവടി യാഗാരംഭത്തിൽ ശരങ്ങളെ കൊണ്ട് മാരീചനെ ഓടിച്ചു കളഞ്ഞു. അന്യ രക്ഷാംസി നിഘ്നൻ, മറ്റ് രാക്ഷസന്മാരെ നിഗ്രഹിച്ചു. പതി പദരജസ അഹല്യാം കല്യാം കുർവൻ, വഴിക്ക് തൃക്കാൽപ്പൊടി കൊണ്ട് അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകി. വൈദേഹഗേഹം പ്രാപ്യ ചാന്ദ്രചൂഡം ധനുഃ ബിന്ദാനഃ. മിഥില രാജധാനിയിലെത്തി ശൈവചാപം മുറിച്ചു. ഇന്ദിരാം ഏവ അവനിസുതാം ലബ്ധ്വാ. സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ അവതാരം തന്നെയായ ഭൂമിയുടെ പുത്രി സീതയെ പാണിഗ്രഹണം ചെയ്തു. സദാരൈഃ ത്രിഭിഃ ഭ്രാതൃവീരൈഃ ച സമം രാജ്യം പ്രാതിഷ്ഠത. ഒപ്പം വിവാഹം കഴിഞ്ഞ് ഭാര്യമാരോട് കൂടിയ 3 അനുജന്മാരോട് കൂടി അയോധ്യയിലേക്ക് തിരിക്കുകയും ചെയ്തു. യാഗം ആരംഭിച്ചപ്പോൾ അത് മുടക്കാനായി വന്ന രാക്ഷസരിൽ മാരീചനെ വായവ്യാസ്ത്രം കൊണ്ട് ഓടിച്ചു കളയുകയും മറ്റുള്ളവരെ കൊല്ലുകയും ചെയ്തിട്ട് നിന്തിരുവടി മാർഗമധ്യത്തിൽ ഗൗതമമുനി ശാപത്താൽ ശിലാരൂപിണിയായി കിടന്നിരുന്ന അഹല്യയെ തൃക്കാലുകളുടെ പൊടിയേൽപ്പിച്ച് ശാപനിർമുക്തയാക്കി. വിദേഹ രാജാവായ ജനകൻ്റെ രാജധാനിയായ മിഥിലയിലെത്തി സീതാ വിവാഹത്തിന് ശുഷ്കമായി നിശ്ചയിച്ചിരുന്ന ശിവൻ്റെ വില്ല് വളയ്ക്കുകയും മാത്രമല്ല ഒടിക്കുക കൂടി ചെയ്ത് സാക്ഷാൽ ലക്ഷ്മീദേവിയായ സീതയെ ഭാര്യയായി ലഭിച്ച് തന്നോട് ഒരുമിച്ച് തന്നെ വിവാഹം കഴിഞ്ഞ 3 സഹോദരന്മാരോട് കൂടി അയോധ്യയിലേക്ക് പുറപ്പെട്ടു. മാരീചം ദ്രാവയിത്വാ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പഥി പദരജസാ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനശ്ചാന്ദ്രചൂഡം ധനുരവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈഃ സദാരൈഃ. ശ്ലോകം 4. ആരുന്ധാനേരുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാദേ യാദോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ. ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താദാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാധീശപുത്ര്യാ. പദം പിരിക്കാം. ആരുന്ധാനേ രുഷാ അന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജഃ യാദേ യാദഃ അസി അയോധ്യാം സുഖം ഇഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ. ശത്രുഘ്നേന ഏകദാ അധോ ഗതവതി ഭരതേ മാതുലസ്യ അധിവാസം താത ആരബ്ധഃ അഭിഷേകഃ തവ കില വിഹതഃ കേകയ അധീശ പുത്ര്യാ. രുഷാ അന്തേ ഭൃഗുകുലതിലകേ ആരുന്ധാനെ സ്വതേജഃ സംക്രമയ്യ യാതേ. കോപിച്ച് മതിമറന്ന പരശുരാമൻ തടഞ്ഞു നിർത്തി വൈഷ്ണവ തേജസ്സിനെ അങ്ങയിൽ പകർന്നിട്ട് മടങ്ങിയപ്പോൾ അയോധ്യാം യാതഃ അസി.
നിന്തിരുവടി അയോധ്യയിലെത്തി, ഹേ കാന്തമൂർത്തെ, സുന്ദരമൂർത്തിയായ അല്ലയോ ഗുരുവായൂരപ്പ, ത്വം ഇഹ കാന്തയാ സുഖം നിവസൻ. അവിടെ ആ രാജധാനിയിൽ സീതയോടുകൂടി കുറച്ചു കാലം സുഖമായി വസിച്ചു. അത ഏകദ ഭരതേ ശത്രുഘ്നേന മാതുലസ്യ അധിവാസം ഗതവതി. അന്നൊരു ദിവസം ഭരതൻ ശത്രുഘ്നോട് കൂടി അമ്മാവൻ്റെ കേകയ രാജധാനിയിലേക്ക് പോയിരുന്നപ്പോൾ, താതാരബ്ധ തവ അഭിഷേക കേകയാധീശപുത്രിയ വിഹത കില. അച്ഛൻ അവിടത്തേക്ക് രാജാഭിഷേകം നടത്തുവാൻ തുടങ്ങിയപ്പോൾ കേകയ രാജപുത്രി, അതായത് കൈകേയി, അതിനെ മുടക്കുകയും ചെയ്തു. അല്ലയോ സുന്ദര ശരീര, ശിവധനുർഭംഗത്താൽ കോപാകുലനായി മാർഗമധ്യത്തിൽ നിന്തിരുവടിയെ തടുത്ത ഭാർഗവരാമൻ, അതായത് പരശുരാമൻ, നിന്തിരുവടിയെ വിഷ്ണുവെന്ന് മനസ്സിലാക്കി തന്നിലുണ്ടായിരുന്ന വൈഷ്ണവ തേജസ്സിനെ കൂടി നിന്തിരുവടിയിലാക്കിയിട്ട് തിരിച്ചു പോയപ്പോൾ നിന്തിരുവടി അയോധ്യയിലെത്തി ഭാര്യയോടുകൂടി അവിടെ സുഖമായി പാർത്തു വന്നിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഒരിക്കൽ ഭരതൻ ശത്രുഘ്നോട് കൂടി തൻ്റെ അമ്മാവനായ യുധാജിത്തിൻ്റെ രാജധാനിയിൽ പോയിരുന്നപ്പോൾ ദശരഥൻ നിന്തിരുവടിക്ക് ചെയ്യുവാൻ ആരംഭിച്ച പട്ടാഭിഷേകം കൈകേയിയാൽ മുടക്കപ്പെട്ടു. ആരുന്ധാനേരുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാദേ യാദോസ്യ യോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ. ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താതാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാധീശപുത്ര്യാ. ശ്ലോകം 5. താദോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപധാര പൗരാനാരുധ്യ മാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരി. നാവാസന്ദീര്യ ഗംഗാമധിപദവി പുനസ്തംഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോരതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. വിരിക്കാം. താത ഉക്ത്യ യാതു കാമഃ വനം അനുജ വധൂ സംയുതഃ ചാപധാരഃ പൗരാൻ ആരുധ്യ മാർഗേ ഗുഹ നിലയ ഗതഃ ത്വം ജടാചീരധാരി. നാവാ സന്ദീര്യ ഗംഗാം അധിപദവി പുനഃ തം ഭരദ്വാജം ആരാത് നത്വാ തത് വാക്യഹേതോഃ അതിസുഖം അവസഃ ചിത്രകൂടേ ഗിരീന്ദ്രേ. ത്വം താദോക്ത്യ അനുജവധൂ സംയുതഃ ചാപധാരം വനം യാതുകാമഃ. നിന്തിരുവടി അച്ഛൻ്റെ വാക്ക് പാലിക്കുവാനായി ലക്ഷ്മണനോടും സീതയോടും കൂടി വില്ലുമെടുത്ത് വനത്തിലേക്ക് പുറപ്പെട്ടു. മാർഗേ പൗരാൻ ആരൂധ്യ ഗുഹനിലയ ഗതഃ. വഴിക്ക് പിന്തുടർന്ന് പൗരജനങ്ങളെ തടഞ്ഞുകൊണ്ട് ഗുഹൻ്റെ വാസസ്ഥലത്ത് ചെന്നു. ജടാചീരധാരി നാവാ ഗംഗാം സന്ദീര്യ. അവിടെ നിന്നും ജടാവൽക്കങ്ങളും ധരിച്ച് തോണി വഴി ഗംഗ കടന്നു. പുനഃ അധിപദവി ആരാധ് തം ഭരദ്വാജം നത്വാ. എന്നിട്ട് വഴിയിൽ അടുത്തുള്ള ഒരു ഭരദ്വാജ മഹർഷിയെ കണ്ടു വന്നിച്ച് തദ്വാക്യഹേതോഃ ഗിരീന്ദ്രേ ചിത്രകൂടെ അതിസുഖം അവസഃ. മഹർഷിയുടെ ഉപദേശമനുസരിച്ച് ചിത്രകൂടം എന്ന വലിയ പർവ്വതത്തിൽ സുഖമായി താമസിക്കുകയും ചെയ്തു. നിന്തിരുവടി പിതാവിൻ്റെ
നിയോഗത്താൽ അനുജനായ ലക്ഷ്മണനോടും ഭാര്യയോടും കൂടി വില്ലും ധരിച്ച് വനത്തിലേക്ക് പുറപ്പെട്ട അവസരത്തിൽ കൂടെ പുറപ്പെട്ട പൗരന്മാരെ വഴിക്ക് വെച്ച് തടുത്ത് മടക്കി അയച്ച് ഗുഹൻ്റെ രാജധാനിയായ ശൃംഗിവേരപുരത്തിന് സമീപത്തിലെത്തി അവിടെ വെച്ച് ജടയും വൽക്കടവും ധരിച്ച് ഗുഹൻ്റെ സഹായത്താൽ തോണിയിൽ കയറി ഗംഗ കടന്നു. വഴിക്ക് സമീപത്തുള്ള ഭരദ്വാജാശ്രമത്തിൽ കയറി ആ മഹർഷിയെ നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ചിത്രകൂടം എന്ന പർവ്വതത്തിൽ പരമസുഖമായി പാർത്തു. താദോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപധാര പൗരാനാരുധ്യ മാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരി നാവാസന്ദീര്യ ഗംഗാമധിപദവി പുനസ്തം ഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോരതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. ശ്ലോകം 6. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാദം സ്വതാദം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാധ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോശാരഭംഗീ. പദം പിരിക്കാം. ശ്രുത്വാ പുത്ര ആർത്തി ഖിന്നം ഖലു ഭരത മുഖാദ് സ്വർഗയാദം സ്വതാദം തപ്തഃ ദത്വാ അംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാ അധ ഗത്വാ വനം അതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിം അകലയഃ ചാരു ഭോः ശാരഭംഗീം. ത്വം ഭരതമുഖാൻ സ്വതാദം പുത്രാർത്തിഖിന്നം ഖലു സ്വർഗയാദം ശ്രുത്വാ തപ്തഃ. നിന്തിരുവടി ഭരതൻ പറഞ്ഞു കേട്ട് അച്ഛൻ പുത്രവിരഹം മൂലം ദുഃഖിച്ചു തന്നെ സ്വർഗാരോഹണം ചെയ്തു എന്നറിഞ്ഞ് ദുഃഖിതനായി. തസ്മൈ അംബുദത്വാ പിതാവിൻ്റെ ആത്മാവിന് തർപ്പണം ചെയ്തതിനു ശേഷം ഭരതേ പാദുകാം മേദിനീം ച നിദധിത. മെതിയടിയും ഭൂമിയും ഒപ്പം ഭരതനെ ഭരണവും ഏൽപ്പിച്ചു. അത അത്രിം നത്വാ അനന്തരം അത്രി മഹർഷിയെ ചെന്ന് വന്ദിച്ചു. അതിവിപുലം ദണ്ഡകം വനം ഗത്വാ അവിടെ നിന്നും വിസ്താരമേറിയ ദണ്ഡകവനത്തിലേക്ക് പോയി. ചണ്ഡകായം വിരാതം ദൈത്യം ഹത്വാ വഴിക്ക് ഭയങ്കരനായ വിരാതൻ എന്ന അസുരനെ നിഗ്രഹിച്ചു. ഭോ ശാരഭംഗീം സുഗതിം ചാരു അകലയഃ. അല്ലയോ ഭഗവാനെ, പിന്നീട് ശരഭംഗ മഹർഷിയുടെ സദ്ഗതിയെയും കണ്ടു. ചിത്രകൂടം എന്ന പർവ്വതത്തിൽ പരമസുഖമായി പാർത്തു വന്നിരുന്ന സമയത്ത് നിന്തിരുവടി തന്നെ കാണുവാൻ വന്ന ഭരതനിൽ നിന്ന് പിതാവായ ദശരഥൻ പുത്രദുഃഖത്താൽ സ്വർഗം പ്രാപിച്ച കഥ കേട്ട് വളരെ ദുഃഖിച്ചു. താൻ അയോധ്യയിലേക്ക് തിരിച്ചു ചെല്ലണമെന്ന് പ്രാർത്ഥിച്ച ഭരതന് തൻ്റെ പ്രതിനിധി സ്ഥാനത്തിൽ വെച്ചുകൊള്ളുന്നതിന് തൻ്റെ മെതിയടി നൽകി ഭൂമിയെയും അയാളെ ഏൽപ്പിച്ച് അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ എഴുന്നരുളി ആ മഹാമുനിയെ വന്ദിച്ച് അതിവിശാലമായ ദണ്ഡകവനത്തിൽ പ്രവേശിച്ച് അവിടെ വെച്ച് ഭയങ്കരാകാരനായ വിരാതൻ എന്ന രാക്ഷസനെ വധിച്ചു. ശരഭംഗൻ്റെ ആശ്രമത്തിൽ ചെന്ന് ആ മുനിയുടെ സ്വർഗാരോഹണത്തെ തൃക്കൺ കൊണ്ട് ദർശിച്ചു.
ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാദം സ്വതാദം തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാധ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോശാരഭംഗീ. ശ്ലോകം 7. നത്വാഗസ്ത്യം സമസ്താശരനികരസപത്രാകൃതിം താപസേഭ്യ പ്രത്യസ്രൗഷീ പ്രിയൈഷീ തദനു ച മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാഭിദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാദ്ഗോദാതടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാ. പദം പിരിക്കാം. നത്വാ അഗസ്ത്യം സമസ്ത ആശര നികര സപത്രാകൃതിം താപസേഭ്യഃ പ്രത്യസ്രൗഷീഃ പ്രിയൈഷീ തദനു ച മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ച അഭി ദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയഃ ജടായും മോദാത് ഗോദാ തട അന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാ. ത്വം അഗസ്ത്യം നത്വാ, നിന്തിരുവടി പിന്നെ അഗസ്ത്യമുനിയെ ചെന്ന് കൈവണങ്ങി. തപസ്യേഭ്യഃ പ്രിയർഷി, തപസ്യുകൾക്ക് പ്രിയം ചെയ്യുവാൻ കരുതി. സമസ്താശര നികര സപത്രാകൃതിം പ്രത്യസ്രൗഷീഹി, സമസ്ത രാക്ഷസക്കൂട്ടത്തെയും നിഗ്രഹിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു. തദനു മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ച അഭിദത്തേ, തുടർന്ന് മഹർഷി നൽകിയ വൈഷ്ണവധനുസും ബ്രഹ്മാസ്ത്ര മന്ത്രോപദേശവും സ്വീകരിച്ചു. പതി ഭൂയഃ പിതൃസുഹൃദം ജടായും വീക്ഷ്യ, വഴിയിൽ അച്ഛൻ്റെ ഉറ്റ സുഹൃത്തായ ജടായുവിനെ കണ്ടു. മോദാത് ഗോദതടാന്തേ പഞ്ചവട്യാം വധൂട്യാം പുരാ പരിരമസി, സന്തോഷിച്ചുകൊണ്ട് ഗോദാവരി തീരത്ത് പഞ്ചവടിയിൽ സീതയോടുകൂടി രസിച്ചു വാണു. നിന്തിരുവടി പിന്നെ അഗസ്ത്യാശ്രമത്തിൽ ചെന്ന് അഗസ്ത്യനെ വന്ദിച്ചിട്ട് തപസ്സന്മാർക്ക് പ്രിയം ചെയ്യുവാനുള്ള ആഗ്രഹത്താൽ എല്ലാ രാക്ഷസ സമൂഹത്തെയും നിഗ്രഹിക്കുന്നുണ്ടെന്ന് അവരോട് പ്രതിജ്ഞ ചെയ്തു. അനന്തരം അഗസ്ത്യൻ നൽകിയ വൈഷ്ണവമായ ദിവ്യധനുസും ബ്രഹ്മാസ്ത്രവും വാങ്ങിക്കൊണ്ട് പിന്നെ വഴിക്ക് പിതൃമിത്രമായ ജടായുവിനെ കണ്ട് സന്തോഷത്തോടു കൂടി ഭാര്യയുമൊത്ത് ഗോദാവരി തീരത്തുള്ള പഞ്ചവടിയിൽ സുഖമായി പാർത്തു. നത്വാഗസ്ത്യം സമസ്താശരനികരസപത്രാകൃതിം താപസേഭ്യഃ പ്രത്യസ്രൗഷീ പ്രിയൈഷീ തദനു ച മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാഭിദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാദ്ഗോദാതടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാ. ശ്ലോകം 8. പ്രാപ്തായാ ശൂർപ്പണഖ്യാ മദനചലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാമൃഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ചത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുധസമധികാൻ
തൽക്ഷണാദക്ഷതോഷ്മാം. പദം പിരിക്കാം. പ്രാപ്തായാഹ ശൂർപ്പണഖ്യാഃ മദന ചല ധൃതേഃ അർത്ഥനൈഃ നിസ്സഹ ആത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമ രുഷാ തേന നിർലൂന നാസാം ദൃഷ്ട്വാ ഏനം രുഷ്ടചിത്തം ഖരം അഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീഹി ആശരാൻ അഭി അയുധ സമധികാൻ തത് ക്ഷണാത് അക്ഷത ഊഷ്മാ. അക്ഷതോഷ്മാ ത്വം. തളരാത്ത പൗരുഷം നിറഞ്ഞ അങ്ങ് മദനചലധൃതേ പ്രാപ്തായാഹ ശൂർപ്പണഖ്യാഃ അർത്ഥനേഹി നിസ്സഹാത്മാ. കാമപരവശയാകി വന്നു ചേർന്ന ശൂർപ്പണഖയുടെ അപേക്ഷകൾ കേട്ട് സഹിക്കവയ്യാതെ താം സൗമിത്രോ വിസൃജ്യ. അവളെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. പ്രബലധമരുഷ തേന നിർലൂലനാസാം. ലക്ഷ്മണൻ കോപം മൂത്ത് അവളുടെ മൂക്ക് മുറിച്ചു കളഞ്ഞു. ഏനാം ദൃഷ്ട്വാ രുഷ്ടചിത്തം അഭിപതിതം ഖരം ദൂഷണം ത്രിമൂർധം ച. വികൃതയായി അവളെ കണ്ടു പേടിച്ച് എതിർത്തു വന്ന ഖരദൂഷണ ത്രിശിരസ്സുകളെയും അയുധ സമാധിക്കാൻ ആശരാൻ അഭി തക്ഷണാത് വ്യാഹിംസീഹി. 10,000-ലധികം രാക്ഷസന്മാരെയും ആ ക്ഷണത്തിൽ തന്നെ കൊന്നുകളയുകയും ചെയ്തു. നിതിർവടി പഞ്ചവടിയിൽ വന്ന കാമപരവശിയായ ശൂർപ്പണഖയുടെ അനുരാഗ പ്രാർത്ഥനകൾ കേട്ട് കേട്ട് പൊറുതിമുട്ടി അവളെ ലക്ഷ്മണൻ്റെ അടുക്കൽ അയച്ചു. കോപാകുലനായ ലക്ഷ്മണൻ അവളുടെ നാസാഛേദം ചെയ്തു കളഞ്ഞു. ഇപ്രകാരം വിരൂപിയാക്കപ്പെട്ട അവളെ കണ്ടിട്ട് കോപിച്ച് പ്രതികാരം ചെയ്യുവാനായി വന്ന് എതിർത്ത ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും മറ്റു 10,000-ൽ അധികം രാക്ഷസന്മാരെയും ഒരിടത്തും മുടക്കമില്ലാതെ പരാക്രമത്തോടു കൂടി ഇന്ദ്രവടി ഉടൻ തന്നെ കൊന്നുകളഞ്ഞു. പ്രാപ്തായാ ശൂർപ്പണഖ്യാ മദനചലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാം രുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യയുധ സമധികാൻ തൽക്ഷണാദക്ഷതോഷ്മാം. ശ്ലോകം 9. സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീജമായാ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രന്ദ നിർയാപിതഭവദനുജാം രാവണസ്താമഹർഷീത് തേനാർത്തോഭിത്വമന്തഃ കിമഭിമുദമധാസ്തദ്വധോപായലാഭാത്. പദം പിരിക്കാം. സോദര്യ പ്രോക്ത വാർത്ത വിവശ ദശമുഖ ആദിഷ്ട മാരീച മായ സാരംഗം സാരസാക്ഷ്യ സ്പൃഹിതം അനുഗതഃ പ്രാവധീഃ ബാണഘാതം തത് മായാ ആക്രന്ദ നിർയാപിത ഭവത് അനുജാം രാവണഃ താം അഹർഷീത് തേന
ആർത്തഃ അപി ത്വം അന്തഃ കിമപി മുദം അഥാഹ തത് വധ ഉപായ ലാഭാത്. സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീചമായാ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതം അനുഗതഃ ത്വം ബാണഘാതം പ്രാവതീഹി. അനുജത്തി ശൂർപ്പണഖ പറഞ്ഞ വൃത്താന്തം കേട്ട് കാമപരവശനായ രാവണൻ മാരീചനെ ചെന്ന് പ്രേരിപ്പിച്ചു. അവൻ മായാമൃഗമായി രാമാശ്രമ സമീപത്തെ സഞ്ചരിക്കുന്നത് കണ്ട് സീത ആഗ്രഹം പ്രകടിപ്പിച്ചു. നിന്തിരുവടി അതിനെ പിന്തുടർന്ന് ബാണമെയ്തു കൊന്നു. തന്മായാക്രാന്ത നിർയാപിത ഭവധനുജാം താം രാവണഃ അഹാർഷീത്. അവൻ്റെ കള്ളക്കരച്ചിൽ കേട്ട് ലക്ഷ്മണനെ തള്ളിപ്പറഞ്ഞയച്ച സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി. തേന ആർത്തഃ അപി തദ്വധോപായലാഭാത് ത്വം അന്തഃ കിമപി മുദം അദാഹ. അതറിഞ്ഞ് അവിടുന്ന് ദുഃഖിതനായെങ്കിലും രാവണവധത്തിന് ഉപായം കൈവന്നതിൽ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു. സഹോദരി പറഞ്ഞ വൃത്താന്തം, അതായത് പഞ്ചവടിയിൽ രാമലക്ഷ്മണന്മാർ എന്ന പരാക്രമശാലികളായ 2 സഹോദരന്മാർ പാർക്കുന്നു എന്നും താപസ വേഷധാരികളായ അവരോട് കൂടി പാർക്കുന്ന ലോകൈക സുന്ദരിയായ സ്ത്രീയെ രാവണന് സമ്മാനിക്കുവാനായി താൻ അപഹരിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവർ തന്നെ നാസാച്ഛേദം ചെയ്തു കളഞ്ഞു എന്ന് അതിന് പ്രതികാരം ചെയ്യാൻ ചെന്ന ജനസ്ഥാന നിവാസികളായ ഖരാദികളെയും അവരുടെ അനുജന്മാരായ അനേകായിരം രാക്ഷസന്മാരെയും രാമൻ ഒറ്റയ്ക്ക് ക്ഷണനേരം കൊണ്ട് കൊന്നുകളഞ്ഞു എന്നും മറ്റുമുള്ള വർത്തമാനം കേട്ട് കാമക്രോധാദികളാൽ പരവശനായി തീർന്ന രാവണൻ്റെ നിയോഗത്താൽ മാരീചൻ ഒരു പൊന്മാനിൻ്റെ വേഷത്തിൽ രാമലക്ഷ്മണന്മാരുടെ ആശ്രമത്തിന് സമീപത്ത് സഞ്ചരിച്ചു. സീത അതിനെ കണ്ട് പിടിച്ചു തരുവാൻ അപേക്ഷിച്ചതനുസരിച്ച് നിന്തിരുവടി അതിനെ പിന്തുടർന്നു. ജീവനോടെ പിടിപ്പാൻ പ്രയാസമാണെന്ന് കണ്ടപ്പോൾ നിന്തിരുവടി തന്നെ ബാണം പ്രയോഗിച്ച് അതിനെ കൊന്നു. എന്നാൽ ആ മാരീചൻ മരിക്കുന്ന സമയത്ത് നിന്തിരുവടിയുടെ സ്വരത്തിൽ സീതയെയും ലക്ഷ്മണനെയും വിളിച്ചു കരഞ്ഞതിനാൽ ലക്ഷ്മണൻ വിട്ടുപോകുന്ന സീതയെ രാവണൻ അപഹരിച്ചു. അതുകൊണ്ട് നിന്തിരുവടി ദുഃഖപരവശനായി എങ്കിലും രാവണനെ കൊല്ലുന്നതിനുള്ള വഴി കിട്ടിയതിനാൽ അകമേ അല്പം സന്തോഷിച്ചു. സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീചമായാ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രന്ദ നിർയാപിത ഭവദനുജാം രാവണസ്താമഹർഷീത് തേനാർത്തോപി ത്വമന്തഃ കിമപി മുദമഥാസ്തദ്വധോപായലാഭാത്. ശ്ലോകം 10. ഭൂയസ്തന്മീം വിചിന്വൻ അഹൃതദശമുഖസ്ത്വദ്വധൂമദ്വധേനേതി ഉക്ത്വാ യാദേ ജടായോ ദിവമഥ സുഹൃദപ്രാദനോ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും ഭൃശമുദിതമനാ പാഹി വാതാലയേശ. പദം പിരിക്കാം. ഭൂയഃ തന്വീം വിചിന്വൻ അഹൃത ദശമുഖഃ ത്വത് വധൂം മദ് വധേന ഇതി ഉക്ത്വാ യാദേ ജടായൗ ദിവം അഥ സുഹൃദഃ പ്രാതനോഃ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഘനിധ
ശബരീം പ്രേക്ഷ്യ പമ്പാ തടേ ത്വം സംപ്രാപ്തഃ വാദസൂനും ഭൃശ മുദിതമനാഃ പാഹി വാതാലയേശ. പൂയഃ തൻവീൻ വിജിൻവൻ. തുടർന്ന് സീതയെ അന്വേഷിച്ചു പോകുമ്പോൾ ദശമുഖഃ മദ്വദേന ത്വദ്വധൂം അഹൃത ഇതി ഉക്ത്വാ ജടായൗ ദിവം യാതേ. രാവണൻ എന്നെ കൊന്നിട്ട് അങ്ങയുടെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ജടായു പ്രാണൻ വെടിഞ്ഞപ്പോൾ അത ത്വം സുഹൃതഃ, നിന്തിരുവടി ആ സുഹൃത്തിന് പ്രേതകാര്യം പ്രാതനോഹോ, പ്രേത സംസ്കാരാദികൾ ചെയ്ത് അത ഗൃഹണാന തം കബന്ധം ജഘനിത, പിന്നീട് പിടിച്ചു തിന്നാൻ വന്ന കബന്ധനെ കൊന്നു. ശബരീം പ്രേക്ഷ്യ, ഭക്തയായ ശബരിയെ ചെന്ന് കണ്ടു. പമ്പാതടേ വാദസൂനും സംപ്രാപ്തഃ വൃഷമുദിതമനാഃ, പമ്പയുടെ തീരത്തിൽ വായുപുത്രനായ ഹനുമാനെ സഹായത്തിന് കിട്ടിയിട്ട് ഏറ്റവും സന്തോഷിച്ചു. ഹേ വാതാലയേശ ത്വം മാം പാഹി, അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ, നിൻ തിരുവടി എന്നെ രക്ഷിക്കണമേ. നിൻ തിരുവടി. പിന്നെ സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ ജടായുവിനെ കണ്ടു. രാവണൻ എന്നെ കൊന്ന് തിരുവടിയുടെ ഭാര്യയായി അപഹരിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ സ്വർഗം പ്രാപിച്ചു. പിന്നെ നിൻ തിരുവടി ആ ബന്ധുവിൻ്റെ സംസ്കാരം, ഉദകദാനം മുതലായ പ്രേതകാര്യങ്ങളെല്ലാം നടത്തി പിന്നെയും സഞ്ചരിക്കുമ്പോൾ തങ്ങളെ പിടികൂടിയ കബന്ധനെ നിൻ തിരുവടി കൊന്നു. അനന്തരം ശബരി എന്ന സിദ്ധ താപസിയുടെ ആശ്രമത്തിൽ പോയി അവളെ കണ്ടിട്ട് പമ്പാതീരത്തിൽ ഹനുമാനുമായി കണ്ടുമുട്ടി വളരെ സന്തോഷിച്ചു. അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. ഭൂയസ്തന്വീം വിജിന്വൻ അഹൃതദശമുഖസ്ത്വദ്വധൂമദ്വധേനേതി ഉക്ത്വാ യാദേ ജടായോ ദിവമഥ സുഹൃദപ്രാതനോ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും ഭൃശമുദിതമനാ പാഹി വാതാലയേശ. പാരായണം. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേ ഹൃഷ്യശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ധ്രീഷ്വഭിതിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമധ ഭരതേനാപി ശത്രുഘ്നനാമ്നാ കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിദും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താദവാചാ മുനികഥിതമനുദ്വന്ദ്വശാന്താധ്വഖേദാ നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാത്താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം മാരീജം ദ്രാവയിത്വാ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പഥിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനശ്ചാന്ദ്രചൂഡം ധനുരവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠധാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈः സദാരൈः ആരുന്ധാനേരുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാദേ യാദോസ്യ യോധ്യാം
സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ. ശത്രുഘ്നേനൈകദാധോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താദാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാധീശപുത്ര്യാ. താദോക്ത്യായാതു കാമോ വനമനുജവധൂ സംയുതശ്ചാപധാര. പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരി. നാവാസന്ദീര്യ ഗംഗാമധിപദവി പുനസ്തം ഭരദ്വാജമാരാത്. നത്വാ തദ്വാക്യഹേതോരതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാദം സ്വതാദം. തപ്തോ ദത്വാംബു തസ്മൈ നിദധിത ഭരതേ പാദുകാം മേദിനീം ച. അത്രിം നത്വാഥ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം. ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോശാരഭംഗീം. നത്വാഗസ്ത്യം സമസ്താശരനികരസപത്രാകൃതിം താപസേഭ്യഃ. പ്രത്യസ്രൗഷീ പ്രിയൈഷീ തദനു ച മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ. ബ്രഹ്മാസ്ത്രേ ചാഭിദത്തേ പഥി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും. മോദാദ്ഗോദാതടാന്തേ പരിരമസി പുരാ പഞ്ചവട്യാം വധൂട്യാ. പ്രാപ്തായാ ശൂർപ്പണഖ്യാ മദനചലധൃതേരർത്ഥനൈർനിസ്സഹാത്മാ. താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം. ദൃഷ്ട്വൈനാമൃഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം. വ്യാഹിംസീരാശരാനപ്യയുധസമധികാൻ തൽക്ഷണാദക്ഷതോഷ്മാം. സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാദിഷ്ടമാരീജമായാ സാരംഗം. സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം. തന്മായാക്രന്ദ നിർയാപിതഭവദനുജാം രാവണസ്താമഹർഷീത്. തേനാർത്തോപി ത്വമന്തഃ കിമപി മുദമധാസ്തദ്വധോപായലാഭാത്. ഭൂയസ്തന്വീം വിചിന്വൻ നഹൃതദശമുഖസ്ത്വദ്വധൂമദ്വധേനേതി. ഉക്ത്വാ യാദേ ജടായോ ദിവമഥ സുഹൃദപ്രാതനോ പ്രേതകാര്യം. ഗൃഹ്ണാനം തം കബന്ധം ജഘനിധ ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം. സംപ്രാപ്തോ വാദസൂനും ഭൃശമുദിതമനാ പാഹി വാതാലയേശ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.